ഹായ്, ഉണ്ണി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ബാക്കി വന്ന ചോറ് കൊണ്ട് വൈകുന്നേരത്തേക്ക് ചായയ്ക്ക് കടി എന്തുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു പലഹാരം ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ ഇന്ന് ബാക്കി വന്ന ചോറാണ് ഇത്. ഇതിൻ്റെ കൂടെ വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതി പലഹാരം തയ്യാറാക്കാൻ. അതിനുവേണ്ടി ഞാൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഏകദേശം ഒരു 2 കപ്പ് ചോറുണ്ടായിരുന്നു. അത് ഞാൻ അതിനകത്തേക്ക് ഇട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിത് നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മൾ ഈ ചോറ് അരച്ചെടുക്കാൻ. ഇത് നമ്മൾക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതിനാവശ്യമായ ശർക്കര ചേർത്താണ് നമ്മളിതുണ്ടാക്കുന്നത്. ഒരു 200 ഗ്രാം ശർക്കരയാണ് ഞാൻ ഒരു 3/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് തിളപ്പിച്ച് പാനിയാക്കി എടുക്കുന്നുണ്ട്. ഈ ശർക്കര പാനി അധികം കുറുക്കിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു പരുവത്തിൽ ലൂസായിട്ട് നമ്മൾ തിളപ്പിച്ചെടുത്താൽ മതി. ഇനി ഒരു ചൂടായ പാനിലേക്ക് നമുക്ക് 1 സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്ത് അതൊന്ന് ഉരുകി വരുമ്പോഴേക്കും കുറച്ച് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ട് കൊടുക്കാം. ആ തേങ്ങാക്കൊത്തിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പിട്ട് കൊടുക്കാം. അതും ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കുറച്ച് കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നല്ല ചുമന്ന് വരുമ്പോൾ നമുക്കതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അതേ പാനിലേക്ക് തന്നെ വീണ്ടും നമ്മൾ ഒരു 1/2 സ്പൂൺ നെയ്യും കൂടി അതിൽ ചേർത്തിട്ട് ഈ അരച്ച് വെച്ചിരുന്ന ചോറ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം അതിലേക്ക് ഇട്ടതിന് ശേഷം ഈ നെയ്യിൽ ഇട്ട് ഈ ചോറൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അതിനുശേഷം ശർക്കരപ്പാനി ഈ ചോറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കട്ട കുത്താണ്ട് നമ്മൾ നന്നായിട്ട് ഫ്ലെയിം ഇത്തിരി കൂട്ടി വെച്ചിട്ട് ആദ്യം ഒന്ന് ഉടച്ചു കൊടുക്കാം. ഈ ശർക്കരപ്പാനിയും ചോറും കൂടി നന്നായിട്ട് കട്ട കുത്താതെ തിളച്ച് ഒന്ന് അതിൻ്റെ കട്ടകളെല്ലാം ഉടഞ്ഞ് നല്ല ഒരു കുഴമ്പ് പരുവത്തിൽ ആയിട്ട് കിട്ടണം നമുക്ക്. ഈ ഒരു സമയത്ത് ശർക്കരയ്ക്ക് ഇച്ചിരി കളറ് കുറവാണെങ്കിൽ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇത്തിരി വെള്ളത്തിൽ കലക്കി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഫുഡ് കളറുകളൊന്നും ചേർത്ത് നമ്മൾ ശരീരത്തിന് കേടുവരുത്തേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഇനി ഒരു 50 ഗ്രാം റവ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. റവ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈവിടാതെ ഇത് നമ്മൾ ഇളക്കി കൊടുക്കണം. ഈ റവ ചേർക്കുന്നതിനോടൊപ്പം തന്നെ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് കട്ട കുത്തും. അതിനോടൊപ്പം ഒരു പിഞ്ച് ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി നന്നായിട്ട് അങ്ങോട്ട് യോജിപ്പിച്ച് വരട്ടി ഇങ്ങോട്ട് എടുക്കണം. അതിനൊപ്പം ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടി നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് വരട്ടി ആ നെയ്യിൽ വരട്ടിയെടുത്തിട്ട് നമ്മളുടെ തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വച്ചിരുന്ന കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കി കൂട്ടി യോജിപ്പിക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് നെയ്യൊന്ന് തടവി ബാക്കി വന്ന കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും അതിലിട്ട് കൊടുത്തിട്ട് ഈ കൂട്ട് അതിലേക്ക് നമുക്ക് കോരി അമർത്തി ഒന്ന് വയ്ക്കാം. നല്ലതുപോലെ അമർത്തി വെച്ചതിന് ശേഷം ഒരല്പം നെയ്യും കൂടെ അതിൻ്റെ മീതയിൽ വെച്ചിട്ട് ബാക്കി വന്ന കശുവണ്ടിപ്പരിപ്പും തേങ്ങാക്കൊത്തും അതിലിട്ട് കൊടുത്തതിന് ശേഷം ഒരു ചെറിയ പാത്രം വെച്ച് നല്ലതുപോലെ ഒന്ന് അമർത്തി തേച്ചൊന്ന് പിടിപ്പിച്ച് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മളിത് പീസായിട്ട് മുറിച്ചെടുക്കുമ്പോൾ നല്ല ഉറപ്പുള്ള കഷ്ണമായി കിട്ടാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒന്ന് അമർത്തി കൊടുക്കുന്നത്. ഞാനത് നന്നായിട്ടൊന്ന് അമർത്തിയെടുത്തു. പിന്നെ നമുക്കിത് ബാക്കിയുണ്ടെങ്കിൽ നമ്മുടെ ഇഷ്ടമുള്ള പാത്രങ്ങൾക്കകത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടമുള്ളതുപോലെ ചെറിയ ചെറിയ പാത്രത്തിലെല്ലാം പകർത്തി എടുക്കാം. ഇനി ഇത് തണുത്തതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് നമുക്ക് തട്ടിയിട്ടിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ചെടുക്കാം. ഇതുപോലെ നിങ്ങളുടെ കയ്യിലും ചോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ഒന്നുണ്ടാക്കി കുട്ടികൾക്കൊക്കെ കൊടുക്കണേ. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഈ 4 മണി പലഹാരം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ കമൻറ്റിലൂടെ എന്നെ അറിയിക്കണേ കൂട്ടുകാരെ.
അടുത്ത ഒരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.